ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മൾട്ടി ടാസ്കിങ് ഉണ്ടെങ്കിലും പക്ഷേ ചെയ്യുന്ന കാര്യം സമയം എടുത്തിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഒരാളെ കണ്ടിട്ട് ഞാൻ ശരിക്കും വണ്ടർ അടിച്ചിരിക്കുകയാണ്. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഡയറക്ടറുമാണ് അദ്ദേഹം. ഒരേ സമയം തന്നെ പല പ്രൊജക്റ്റുകളും ചെടുപിടി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം, ഗോപി സുന്ദർ. ഗോപിയേട്ടാ നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫൺഡേ. ചിലർ പറയും വർക്കേഴ്സ് വർഷിപ്പ് എന്ന്. ഗോപിയേട്ടന്റെ മനസ്സിൽ വർക്കേഴ്സ് വർഷിപ്പ് ആണോ വർക്കേഴ്സ് ഫൺ ആണോ? വർക്കേഴ്സ് ലൈക്ക് ഈ ശ്വാസം പോലെ, ഓൾവേസ് ഹെൽപ്പ് ബി വർക്കിംഗ്. ഇറ്റ്സ് യുവർ ബ്രെത്ത്. ഓക്കേ. ഇപ്പോൾ നമ്മുടെ മധുരരാജ ഏതൊരു സിനിമയിലൊരു സിനിമയാണ് മധുരരാജൻ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോജക്റ്റാണ്. അതിൽ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതിന് ആ സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക എന്ന് പറഞ്ഞൊരു ഫാക്ടറും അല്ലെങ്കിൽ ലാലേട്ടൻ എന്നൊരു ഫാക്ടർ അവിടെ വരുമ്പോൾ എപ്പോഴും പുലിമുരുകൻ ലാലേട്ടൻ എന്നൊരു ഫാക്ടർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മാസമായിട്ടൊരു പമ്പപ്പ് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കത്തും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ പെട്രോൾ ഒക്കെ പോലെ നമ്മൾ ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ള വരച്ചിട്ടാൽ മതി, പൊന്തി ആളി കത്തും എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഒരു പവറുള്ള അങ്ങനെ ഒരു പവർഫുൾ ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ മ്യൂസിക്കിൻ്റെ പവർ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ബാക്ക് ടു തിയേറ്ററിൽ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈക്ക് മുരുക പുലിമുരുക കേൾക്കുമ്പോൾ ലാലേട്ടൻ നമുക്ക് മറക്കാൻ പറ്റില്ല ആ ഒരു എനർജി. അത് സമയത്ത് പകരം വേറെ എന്ത് മ്യൂസിക് വായിച്ചാലും തളർന്നു പോകും. ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണോ ഇപ്പൊ ഈ പറഞ്ഞ മുരുക മുരുക പുലിമുരുക ഉണ്ടാക്കിയത്? ഷൂട്ട് ചെയ്യുന്നതിന് ശേഷം. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ടുള്ള ഒരു പ്രചോദനവും തീർച്ചയായിട്ടും അതിന്റെ അഭിനയവും എന്ന് പറയുന്ന സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന കാര്യം. ഒരു സീരിയസ് കൈൻഡ് ഓഫ് കോമ്പോസിഷനും അതല്ലെങ്കിൽ ഫൺ കൈൻഡ് ഓഫ് കോമ്പോസിഷനും ചെയ്യുമ്പോൾ ഗോപി സുന്ദർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണോ അവിടെ കൂടുതൽ വർക്ക് ചെയ്യണേ, അതോ ഒരു മ്യൂസിക് അനലിസ്റ്റ് ആണോ അവിടെ വർക്ക് ചെയ്യണേ, അതോ എല്ലാം ഒരു മിക്സ് ആണോ? എങ്ങനെയാണ് വേ ഓഫ് വർക്കിംഗ് ഫോർ ഡിഫറെന്റ് മൂവീസ്? നമ്മളൊരു കോമൺ മാൻ ആവാന്നുള്ളതാണ്. നമ്മളൊരു മ്യൂസീഷ്യൻ ഒന്നും ആവണ്ടോ അവിടെ, സാധാരണ മനുഷ്യന്റെ മനസ്സിലോട്ട് എത്തിയാൽ മതി. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അതെ, അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവരെ ആവുകയാണ് ആദ്യം തന്നെ. പലരുടെയും സജഷൻസ് ഒബ്വിയസ്ലി ഉണ്ടാവും ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങനെ ആയിക്കൊള്ളാം ഇങ്ങനെ ആയിക്കൊള്ളാം. ചിലപ്പോ ചിലർ റെഫറൻസ് കൊണ്ടുവരും. ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞിട്ടും ഉണ്ടാവാറുണ്ട്. ചെയ്ത് ജനങ്ങളിലോട്ട് എത്തിക്കഴിയുമ്പോൾ ജനങ്ങൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചിത്രം വരച്ച് ഒരു ചുമരും വെച്ചെടുത്ത് എങ്ങനെ ഉണ്ടാന്ന് വെച്ചാൽ 10 പേര് നന്നായിട്ട് പറയും, 2 പേരെ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റ്. 10 പേര് നല്ലതെന്ന് പറഞ്ഞാൽ അത് നല്ലതാവണമെന്നൊരു നിർബന്ധമില്ല, ഓരോരുത്തരുടെ അഭിപ്രായം മാറും. അതേസമയം 2 പേര് അത് ഇഷ്ടമായി, അല്ലെ 2 പേർക്ക് ഭയങ്കര ഇഷ്ടമായി, ബാക്കി 8 പേർക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ അത് ഫ്ലോപ്പായി എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷനിലാണ് കംപ്ലീറ്റ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവിടെ കച്ചവടം ഉണ്ടാവുകയും നമ്മളെല്ലാവരും സർവൈവ് ചെയ്യുകയും ചെയ്യുന്നു. That doesn't mean that is the perfect creation. True.